തിരുവനന്തപുരത്തും ഇടയിലുള്ള നസ്രാനികൾ ക്രിസ്തീയ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്നൊരു വേദന പറയാം. ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ ആത്മീയമായ ചൂഷണമല്ല. തൻ്റെ മുമ്പിലിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളായ അനുവാചകർക്ക് മാർഗഭ്രമം സംഭവിച്ചതിൻ്റെ പേരിൽ ആത്മീയമായ ലഹരി നൽകി അവരെ സൽപാന്താവിലേക്ക് ക്ഷണിക്കുമെന്നല്ല, മധുരത്തിൽ ചാലിച്ച് അതിമനോഹരമായി ഒരു സമൂഹത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന അനുവാചകരെ ത്രസിപ്പിക്കുന്ന, അവരെ മനസ്സിൽ പകയും വിദ്വേഷം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടു നോക്ക്. ഒരു പുരോഹിതൻ്റെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിൻ്റെ വായിന്നൊക്കെ വരുന്ന വർത്താനാണ് ഇതൊക്കെ. നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഒരു 10-40 വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി അവർ അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരങ്ങ് തീരുമാനിച്ചു. സ്ഥലം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നസ്രാനികൾ ആരും ഇവിടെ ഇല്ല, എല്ലാവരും പോയി. ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലതാനും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപെറുക്കി പോകുന്നില്ല. അവർ മാക്സിമം പോയാൽ വെസ്റ്റ് ഏഷ്യ വരെ പോകും, അറേബ്യൻ രാജ്യങ്ങളിൽ വരെ. അവരവിടെ പോയിട്ട് വർഷാവർഷം കാശും കൊണ്ട് തിരിച്ചു വരും. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വാങ്ങാൻ പറ്റില്ല. അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ കുയിലും മുട്ടിടുന്ന പോലെ. എൻ്റെ ഫാദർ സുലൈമാനെ, എൻ്റെ മരിയൻ ജോസഫെ, എന്തൊരു കള്ളമാണ് ഈ പറയുന്നത്. സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടെങ്കിൽ പോലും കാലങ്ങളായിട്ട് അവിടെ ജീവിച്ച് അവിടെ കിടന്ന് മരിക്കുന്ന ആളുകളില്ലേ, ഇങ്ങോട്ട് അവർ വരുന്നത് അവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല. തന്നെ പെറ്റ് വളർത്തിയ പോറ്റിയ ഉപ്പയും ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ മുമ്പ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ. അവർക്ക് ഫാമിലിയോടുള്ള ബാന്ധവം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ മനുഷ്യർ ഏത് യൂറോപ്യൻ കൺട്രിയിലാണെങ്കിലും GCC രാജ്യങ്ങളിലാണെങ്കിലും പോലും അവരവിടുന്ന് തൊഴിലെടുത്ത് നല്ല ശതമാനം മുസ്ലിമീങ്ങളും എത്ര ഉന്നതിയിലെത്തിയാലും ഏത് സ്തുത്യർഹമായ സ്ഥാനത്തെത്തിയാലും തൻ്റെ കുടുംബത്തോടും തൻ്റെ വേണ്ടപ്പെട്ടവരോടുമൊക്കെ ഒരു വലിയ പ്രതിബദ്ധത, പ്രത്യേകിച്ച് ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു പ്രതിബദ്ധത ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. അല്ല അവിടെ താമസിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. അത് വർഗീയത പറയാൻ വേണ്ടി ഇങ്ങനെ പൊതിഞ്ഞാ പറയുന്നത്. സമ്മതിക്കണം. നിങ്ങളൊക്കെയാണല്ലോ സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ വർഗീയത പറയേണ്ടത്? നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് സഭാവിശ്വാസികളാണല്ലോ. ആ സമൂഹത്തോട് നിങ്ങൾ ബൈബിളിൻ്റെ വചനം പറഞ്ഞ് സമൂഹത്തിനിടയിൽ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് പകരം മറ്റൊരു സമുദായത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ പേടിക്കണമെന്നും ഭയപ്പെടണമെന്നൊക്കെ പറയുന്നത് പച്ച വർഗീയതയല്ലേ? നിങ്ങളുടെ വായിന്നൊക്കെ ഇത് വരാൻ പാടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ മോട്ടിവേഷൻ, നിങ്ങളുടെ ഭാര്യയൊക്കെ സ്കൂളിൽ മോട്ടിവേഷൻ നടത്തുന്ന ആളുകളല്ലേ. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പിതാണല്ലോ എന്ന് ആലോചിക്കുകയാണ്, അത്ഭുതപ്പെടുകയാണ്. അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരേ കുടുംബത്തിൽ തന്നെ 5, 8, 10 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് 2, 3, 4 ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇനിയും സ്ഥലം ആവശ്യമാണ്, കയ്യിൽ കാശുണ്ട്. അപ്പം 5, 8 മക്കളും 3, 4 ഭാര്യമാർ, ഇതൊക്കെ മുസ്ലിമികളുടെ മാത്രം പ്രത്യേകതയാണ്. എൻ്റെ പൊന്ന് സുലൈമാനെ, എൻ്റെ മരിയൻ ജോസഫെ, ഇത് ഈ വാർത്തയെന്ന് കണ്ടു നോക്ക്. 2ാം ഭാര്യ 4ാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി. എങ്ങനെ? 2ാം ഭാര്യ 4ാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി. വിവാഹ തട്ടിപ്പുകാരനെ പോലീസ് പിടിച്ചു. പത്തനംതിട്ട കോന്നിയിലാണ് സംഭവം. 10 വർഷത്തിനിടെ 4 കല്യാണങ്ങൾ. അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് 36-കാരനായ ദീപു ഫിലിപ്പാണ്. കോന്നി പുളിമുക്കിലെ ഹോട്ടൽ കെട്ടാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ കണ്ടല്ലോ, 2, 3 ഒക്കെ രഹസ്യമായിട്ട് കെട്ടുന്നുണ്ട്. ഞങ്ങളങ്ങ് പരസ്യമായിട്ട് കെട്ടുന്നതേ ഉള്ളൂ. എല്ലാവരും ഇല്ലെങ്കിലും, ന്യൂനപക്ഷമാണെങ്കിലും പരസ്യമായിട്ട് കെട്ടുന്നു, അവരെ പൊന്നുപോലെ നോക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇത് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ്. നമുക്ക് ബാക്കി കേൾക്കാം. ഇവിടെ വന്ന് മോഹ വില കൊടുക്കാൻ 8 ലക്ഷം രൂപയുടെ വീടിന് 16 ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ്. ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നാറ ഉള്ളു സുലൈമാനെ, കയ്യിൽ പണമുള്ളവൻ വീട് വാങ്ങും, പറമ്പ് വാങ്ങും, റിസോർട്ട് വാങ്ങും, ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങും. ഇതിനെന്താ പ്രശ്നം? ഇതിനകത്ത് നിങ്ങൾക്ക് വേദനിക്കേണ്ട കാര്യം എന്താ? ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്, മധുരത്തിൽ ചാലിച്ച് പച്ചവേഷം സമൂഹത്തിൽ പടർത്താൻ പോവാണ്. ശ്രദ്ധിച്ചോണം. ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹ വില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരന് നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരന് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? സമുദായത്തിന്റെ പ്രശ്നം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. സമുദായത്തിന്റെ പ്രശ്നമാണിത്. ഫാമിലി ആയിട്ടല്ല, മിനിമം 40 മച്വർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക്. അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ 40 മച്വർ ആണുങ്ങൾ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം. അടുത്ത എൻ്റെ ടാർഗറ്റ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം. ഈ പച്ച നുണ പറയുന്ന നമ്മുടെ ഫാദർ സുലൈമാൻ
പണ്ട് പള്ളിയിൽ ഇമാമക്കായിട്ട് നിന്ന ആളാണ്. അയാൾക്കറിയാം ഒരു നാട്ടിൽ ജുമാ നമസ്കരിക്കാൻ 40 പേരില്ല എങ്കിൽ അവിടെ ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട്. ഇനി അടുത്ത മറ്റൊരു സ്ഥലത്ത് അവിടെ ജുമാ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാം. അങ്ങനെ ഒരുപാട് ഇളവുകൾ അതിനകത്തുണ്ട്. അപ്പം ഈ പറയാൻ പോകുന്ന വിഷയം അതിൻ്റെ ഗൗരവം സമൂഹം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടണം. ഈ 40 പേരുണ്ടെങ്കിലേ ജുമ നടക്കൂ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഒരാൾ ആ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് 40 മുസ്ലിം കുടുംബങ്ങളെ അവിടെ കൊണ്ടുവരണം, അവിടെ പള്ളി ഉണ്ടാക്കണം, അവിടെ ജുമ തുടങ്ങണം. ഇങ്ങനെ തുടങ്ങി പച്ചക്ക് ആളുകളുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എങ്കിൽ മിനിമം 40 കുടുംബങ്ങൾ വേണം. എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ, സ്വന്തക്കാരനെ, പരിചയക്കാരെ, ഇനി സമ്പത്തുള്ള മുസ്ലിം ആണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെയൊക്കെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു 40 കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും. അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിന്. സംഭവം വിദ്വേഷം പ്രചരിപ്പിക്കാനാണെങ്കിലും ആ പറഞ്ഞതിൽ ഒരു പോസിറ്റീവായ അംശമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നാട്ടിൽ, അത് അവിടെ മുസ്ലിമായിട്ട് അവനേ ഉള്ളൂ എങ്കിൽ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ജുമാ ഉണ്ടാകാൻ, ഒരു പള്ളി വരാൻ വേണ്ടി എന്ത് ചെയ്യും? അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ, അവൻ്റെ പരിചയക്കാരെല്ലാം കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും. അപ്പം അവൻ എന്തുണ്ടെന്ന് മനസ്സിലായത്? കൂടപ്പറപ്പ് സ്നേഹം, സഹജീവി സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. അത് മുമ്പ് പറയാതെ പറഞ്ഞു. ഇതില്ലാത്തൊരു വർഗത്തെക്കുറിച്ചൊരു പള്ളിയിലെ അച്ഛൻ പറയുന്നുണ്ട്, കേട്ടു നോക്കാം നമുക്ക്. ഇതില്ലാത്ത വർഗം, ഇങ്ങനെ കൂടപ്പറപ്പ് സ്നേഹം ഇല്ലാത്തത്, അത് പറഞ്ഞു കേട്ടു നോക്ക്. ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്തൊരു വർഗത്തിന്റെ പേര് പറഞ്ഞേ. മനുഷ്യനോ? അല്ല, ക്രിസ്ത്യാനികളാണ്. ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്ത ബന്ധുക്കൾ, ശത്രുക്കൾ ആരാ? ചേട്ടൻ ഗൾഫിന് പോയി, അപ്പോൾ അനിയന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുക അവൻ എന്തെങ്കിലും ഒരു ജോലി ദുബായിൽ ശരിയാക്കാൻ ചോദിക്കുക. അപ്പോൾ അനിയൻ ചെന്ന് ചോദിക്കുക ചേട്ടനോട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ. അപ്പോൾ ചേട്ടൻ, ചൂടാണ് അവിടെ, ഭയങ്കര ചൂട്, 3 മാസം സാലറി കിട്ടിയിട്ടില്ല, നീ ഇവിടെ ഇരുന്നു, ജമ്മു ഉണ്ടേ കൊണ്ടുപോകല, വേറൊരു കൂട്ടർ ഒരുത്തം പോയാൽ മതി, 10 പേരെ കൊണ്ടുപോകും, പേര് പറയുന്നില്ല. നമ്മൾ നസ്രാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന, അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ, ഇച്ചിരി മോഹവില കിട്ടി വിറ്റ് പോകുമ്പോൾ, അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം. ഇതൊരു വർഗീയതയൊന്നുമല്ല. എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ്. ഇത് വർഗീയതയൊന്നുമല്ല, ഇത് സമഭാവനയുള്ളൊരു നല്ല വാക്കാണ്, തിരുവചനമാണ്. വർഗീയതയൊന്നുമില്ല. ഇതിങ്ങനെ കേട്ടിരിക്കാൻ എന്തോ സുഖം എന്നാലും നോക്കി. മറ്റൊരു കൂട്ടർ വരികയും അത് വലിയ പ്രശ്നമായി മാറും. ഒരു സ്ഥലത്തൊരു മുസ്ലിം ചെന്ന് അവിടെ താമസിച്ചു, അവിടെ പള്ളി വന്നു, അവിടെ അവൻ്റെ ബന്ധുമിത്രാദികൾ വരുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക. ആലോചിച്ച് നോക്കി. തൻ്റെ മുമ്പിൽ അനുവാചകരായിരിക്കുന്ന സഭാവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ്. മറ്റൊരു സമുദായത്തെ ഇകഴ്ത്തിയും അവരെ ഭയത്തോടു കൂടി കാണണം, അവർ വരും, അവർ നമ്മളെ കീഴ്പ്പെടുത്തുമെന്നൊക്കെ പേടിപ്പിച്ചിട്ട് സഭാവിശ്വാസികളോട് നിങ്ങൾ സ്ഥലം വിട്ടു പോരുന്നത്. ഈ ഗതികേടിൻ്റെ കാരണം എന്തറിയോ? നമ്മുടെ ഈ കോട്ടയം, പാല, ചങ്ങനാശ്ശേരി, തിരുവല്ല പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയ ക്രൈസ്തവ സഹോദരങ്ങളിൽ ചില ആളുകൾ, അങ്ങനെ പറയാം, അവരവിടെ ചെന്ന് താമസമാക്കി ഭാര്യ മക്കളുമൊക്കെ ആയിട്ട് അവിടെ കൂടി, അവിടെ പഠിപ്പിച്ച്, അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് പിന്നീട് അച്ഛനും അമ്മയൊക്കെ രോഗിയായി മരണപ്പെട്ടാൽ പോലും ഇങ്ങോട്ട് വരാത്ത ആളുകളുണ്ട്. ഇത് നിങ്ങൾക്കും അറിയുന്ന വസ്തുതയാണ്. ചില ആളുകൾ വരും, ചില ആളുകൾ വരത്തില്ല. എന്നാൽ മുസ്ലിം സമുദായം അങ്ങനെയല്ല. അവർ ഏത് രാജ്യത്ത് പോയാലും അവർ പണം ഉണ്ടാക്കി സ്വന്തം രാജ്യത്തേക്ക് വരും. ആ വരേണ്ട കാരണം മറ്റൊന്നുമല്ല, അവനിക്ക് മരണം വരെ അവനെ പോറ്റി വളർത്തിയവരുടെ കടപ്പാടും പ്രതിബദ്ധതയുണ്ട്. അവന് പൈസ ഉണ്ടാക്കി ഇങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് മുസ്ലിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അവനിവിടെ വന്നിട്ട് എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ താമസിക്കും. അവനവിടെ താമസിക്കുമ്പോൾ ഒരു മുസ്ലിം കുടുംബമുള്ള മറ്റുള്ള ആളുകൾ വരും. അതൊരു പോസിറ്റീവാണ്. അവൻ്റെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ അവൻ സഹായിച്ച് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അത് കീഴടക്കാനും പിടിച്ചടക്കാനൊന്നുമല്ല. ഇവിടുത്തെ നല്ലവരായ ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു മുസ്ലിം കുടുംബം അവിടെ ഉണ്ടെങ്കിൽ, ഒരു പള്ളി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ സഹായിക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ ഇട്ട് മൂടാനുള്ള പണവും കോടിക്കണക്കിന് രൂപയും റബ്ബർ തോട്ടമൊക്കെ ഉള്ളവൻ 10 പൈസ കൊടുക്കാത്തവരുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള മനുഷ്യരിൽ അവർക്ക് എന്തെങ്കിലും കിഡ്നി രോഗമോ ക്യാൻസറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിരിവിന് ആ പള്ളിയുടെ വാതൊക്കെ പോയി നിൽക്കാം. ഞാൻ അങ്ങനെ സ്ഥിരം ഇവിടെ മൈക്കിലൂടെ പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ചില ഗുണങ്ങളുണ്ട് കേട്ടാ മരിയൻ ജോസഫെ. അതുകൊണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കും, വായിന്ന് നല്ലത് വരട്ടെ. തോന്നിവാസം പിന്നെ പറയുന്നത്